സംസ്ഥാനത്ത് കാലവർഷം തിരികെ എത്തുന്നു. ഇനി വരുന്ന 5 ദിവസം മഴ തകർത്തു പെയ്യും. എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുകൾ നൽകി. അതുപോലെ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ട നിർദ്ദേശവും അധികൃതർ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 8 ജില്ലകൾക്ക് ഇന്നേ ദിവസം യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 9 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഏകദേശം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് നാളെ മഴ മുന്നറിയിപ്പുള്ളത്. 12-ാം തീയതി മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ജൂൺ 12 മുതൽ കേരളത്തിന് മുകളിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത വരുന്ന ദിവസം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ അതിനോട് ചേർന്നുള്ള ഒഡീഷയും വടക്കൻ തീരവും, ഗംഗാതട, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെല്ലാം ഇതിനു മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ജൂൺ 14 മുതൽ 16 തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും ജൂൺ 12, 16 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജൂൺ 14 കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിക്കുവാനും ശക്തമായ സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം വേണ്ട മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതും അനിവാര്യമാണ്. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മാത്രമല്ല, ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്നത് ഉറപ്പാക്കേണ്ടതും അതുമാത്രമല്ല പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടേണ്ടതുമാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകമായ ജാഗ്രത പുലർത്തേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുവാനും അതുപോലെ പോസ്റ്റുകൾ തകർന്നു വീഴുവാനും ഇടയായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിന് തന്നെ ഈ അപകടങ്ങൾ മുന്നിൽ കണ്ട് ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാൽ പോലും നദികൾ മുറിച്ചു കടക്കുവാനോ അതുപോലെ തന്നെ നദികളിലേക്കോ മറ്റ് ജലാശയങ്ങളിലേക്കോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി ഇറങ്ങുവാനും പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ അവിടെ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നതും അരുത്. അതുപോലെ മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതേസമയം മഴ ശക്തമാകുന്ന ഈ ഒരു അവസരത്തിൽ അനാവശ്യമല്ലാത്ത യാത്രകൾ എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല, വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള ഈ സ്ഥലങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്ന് തന്നെയാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ജലാശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന റോഡുകളുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മാത്രമല്ല, അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും കനത്ത ജാഗ്രത തന്നെ പുലർത്തണം മഴക്കാലങ്ങളിൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.